എയർടെൽ സിമ്മിന്റെ ആഡ് ഓൺ പാക്കുകളൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. 2023 മാർച്ചിലാണ് ഈ ഒരു പ്ലാനുകളൊക്കെ മാറിയിട്ടുള്ളത്. അപ്പോൾ ആഡ് ഓൺ പാക്കുകൾ ഏതൊക്കെയാണ്, പുതിയ മാറ്റം വന്ന ആഡ് ഓൺ പാക്കുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് 19 രൂപയുടെ റീചാർജ് ആണ്. 19 രൂപയ്ക്ക് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 GB ആണ് അത് കിട്ടുന്നത്. 1 GB 1 ഡേ ആണ് അതിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് 29 രൂപയുടെ റീചാർജ് ആണ്. 29 രൂപ റീചാർജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 2 GB ലഭിക്കും. അതിന്റെ വാലിഡിറ്റി നമുക്ക് 1 ഡേ തന്നെയാണ്, ഒരു ദിവസം തന്നെയാണ് അതിന്റെ വാലിഡിറ്റി ലഭിക്കുന്നത്. മൂന്നാമതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് 49 രൂപയുടെ റീചാർജ് ആണ്. 49 രൂപ റീചാർജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് 1 ഡേ നമുക്ക് ഡാറ്റ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. 49 രൂപയ്ക്കാണ് ഇങ്ങനെ ഒരു പാക്ക് നമുക്ക് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ 4 GB മറ്റൊരു പാക്കാണ് ഈ 65 രൂപ എന്ന് പറയുന്നത്. 65 രൂപ റീചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 4 GB പ്ലാൻ വാലിഡിറ്റിയോട് കൂടി കിട്ടുന്നുണ്ട്. നമ്മൾ എത്ര രൂപയുടെ റീചാർജ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്, അതായത് ഒരു മാസത്തെ നമ്മൾ 28 ദിവസത്തെ പാക്കാണ് ചെയ്തതെങ്കിൽ ആ പാക്ക് കഴിയുന്നത് വരെ നമുക്ക് ഈ ഒരു 65 രൂപയുടെ റീചാർജ് നമുക്ക് ലഭിക്കുന്നതാണ്. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് 99 രൂപയുടെ റീചാർജ് ആണ്. 99 രൂപ റീചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അൺലിമിറ്റഡ് ആയിക്കൊണ്ട് 2 ദിവസം നമുക്ക് ഡാറ്റ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പൊ 2 ഡേ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഡാറ്റ ഉപയോഗിക്കണമെങ്കിൽ ഈ 99 രൂപയുടെ എയർടെൽ റീചാർജ് ചെയ്യാവുന്നതാണ്. മുന്നേ 118 രൂപയുടെ റീചാർജ് ആണ് ഇപ്പൊ നമുക്ക് 129 എന്ന പ്ലാനിലേക്ക് മാറിയിട്ടുള്ളത്. ഈ 129 രൂപ റീചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 12 GB ആണ് ലഭിക്കുന്നത്. അത് നമുക്ക് എത്ര രൂപയുടെ പ്ലാൻ വാലിഡിറ്റി ആണോ നമ്മൾ ചെയ്തിട്ടുള്ളത്, ഏത് പ്ലാൻ റീചാർജ് ആണ് ചെയ്തിട്ടുള്ളത്, അത് കഴിയുന്നത് വരെ നമുക്ക് ആ ഒരു 12 GB ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ഡെയിലി 1 GB ഉപയോഗിക്കാൻ പറ്റിയ ഒരു റീചാർജ് ആണ് ഈ 181 എന്ന് പറയുന്നത്. 181 രൂപ റീചാർജ് ചെയ്യുന്ന സമയത്ത് ഡെയിലി 1 GB ഉപയോഗിക്കാൻ പറ്റും. ഈ ഒരു 1 GB ഉപയോഗിക്കാൻ കഴിയുമെങ്കിലും നമുക്ക് അതിന് പ്ലാൻ വാലിഡിറ്റി ഇല്ല. നമ്മൾ എത്ര രൂപയുടെ റീചാർജ് ആണ്, ഒരു മാസത്തെ കാലാവധിയാണ് ഉള്ളത്. നമുക്ക് കോളിങ്ങിന് മാത്രമുള്ള റീചാർജ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. 179 ആണ് ചെയ്തതെങ്കിൽ നമുക്ക് 181 ചെയ്യുമ്പോൾ 30 ദിവസത്തെ ഇതുപോലെ അതിനൊപ്പം നമുക്ക് ആ ഒരു ഡെയിലി 1 GB ഉള്ള ഡാറ്റ ലഭിക്കും. ഇതിനായി മാത്രമായിട്ട് ഈ ഒരു പാക്കിന് മാത്രമായിട്ട് വാലിഡിറ്റി ലഭിക്കില്ല. ഇത് എല്ലാവരും മാറി ചെയ്യുന്ന ഒരു പാക്കാണ്. പാക്ക് വാലിഡിറ്റി ഇല്ലാതെ നമ്മൾ ഈ ഒരു റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആക്റ്റീവ് ആവില്ല. അപ്പോൾ നമുക്ക് മറ്റൊരു പാക്ക് ഇതിന്റെ കൂടെ ഉണ്ടായിരിക്കണം. അങ്ങനെ മാത്രമേ നമുക്ക് ഇത് റീചാർജ് ലഭിക്കുകയുള്ളൂ. ഡെയിലി 1 GB വെച്ചിട്ട് 30 ദിവസത്തെ വാലിഡിറ്റിയോട് കൂടിയിട്ട് 181 രൂപ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഏറ്റവും വലിയ പ്ലാനാണ് റീചാർജിന്റെ 301 രൂപ എന്ന് പറയുന്നത്. ഡാറ്റ മാത്രമായി വരുന്ന 50 GB ഒരു പാക്കാണ് 301 രൂപ. 50 GB നമുക്ക് പ്ലാൻ വാലിഡിറ്റി എത്രയുണ്ടോ അത്രയും ദിവസം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന റീചാർജ് ആണ് 301 എന്ന് പറയുന്നത്. എയർടെലിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റക്ക് മാത്രമായിട്ട് ഒരു റീചാർജ് വരുന്നില്ല എന്നാണ്. മറ്റെല്ലാ റീചാർജിലും ഡാറ്റ മാത്രമായിട്ട് ഉപയോഗിക്കാനുള്ള റീചാർജുകളുണ്ട് ഒന്നുകിൽ. എന്നാൽ നമ്മളെ എയർടെലിന് ഡാറ്റക്ക് മാത്രമായിട്ട് ഒരു റീചാർജ് വരുന്നു. ഇത് നമുക്ക് പ്ലാൻ വാലിഡിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഡാറ്റ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ആഡ് ഓൺ പാക്കുകൾ ഉപയോഗിക്കാൻ കഴിയൂ എന്നുള്ള ഒരു പ്ലാറ്റ്ഫോം മാത്രമേ നിലവിൽ എയർടെൽ കൊണ്ടുവന്നിട്ടുള്ളൂ. ഇതാണ് എയർടെൽ വന്നിട്ടുള്ള ആഡ് ഓൺ പാക്കിന്റെ ഏറ്റവും പുതിയ റീചാർജ് പാക്കുകൾ. കൂടുതൽ ഇതുമായിട്ട് നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് അറിയിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ചാനൽ ഫോളോ ചെയ്തുകൊണ്ട് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. അപ്പൊ ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു അറിവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ. സീ യു.